Hi friends, welcome to my YouTube channel H Media. ത്രീഡീസ് മാക്സ് ബിഗിനർ ടു അഡ്വാൻസ് ട്യൂട്ടോറിയൽസിൻ്റെ 82nd ലെസനാണിത്. ഈ ലെസണിലൂടെ പ്രൂൺ സീൻ എന്ന ഒരു സീൻ ക്ലീനർ സ്ക്രിപ്റ്റാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മൾ ത്രീഡീസ് മാക്സിലേക്ക് ഡിഫറെൻറ്റ് സോഴ്സുകളിൽ നിന്നുള്ള ത്രീഡീസ് മാക്സ് ഫയൽസ് മെർജ് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും നമ്മുടെ ആ ഒരു സീൻ വളരെയധികം സ്ലോ ആയി ഫീൽ ചെയ്യാറുണ്ട്. ഇതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. നമ്മൾ മെർജ് ചെയ്തിട്ടുള്ള ആ മോഡൽസിലുള്ള മിസ്സിംഗ് പ്ലഗിൻസ്, എംപ്റ്റി ലെയേഴ്സ്, ആനിമേഷൻ ലെയേഴ്സ്, കൂടാതെ വൈറസുകൾ, ഇതെല്ലാം ഇൻഫെക്റ്റഡ് ആയ ഒരു ഫയലാണ് നമ്മൾ മെർജ് ചെയ്തിട്ടുള്ളതെങ്കിൽ നമ്മളുടെ ആ ഒരു സീൻ നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യും. ഇങ്ങനെയുള്ള സീൻസിനെ ക്ലീൻ ചെയ്യുന്നതിനായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റാണിത്. ഈ ഒരു സ്ക്രിപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് മെർജ് ചെയ്യുന്ന ഓരോ മോഡൽസിനെയും നമുക്ക് സ്കാൻ ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യാൻ സാധിക്കും. നമ്മളിങ്ങനെ നമ്മുടെ ആ ഒരു സീനിനെ ക്ലീൻ ചെയ്യുന്നതിലൂടെ നമ്മളുടെ വർക്ക് വളരെ ഫാസ്റ്റായി നമുക്ക് ചെയ്തെടുക്കുവാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഈ ഒരു സ്ക്രിപ്റ്റ് എങ്ങനെ യൂസ് ചെയ്യാം, എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നൊക്കെ ഈ ഒരു വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാം. ഞാനിവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു കിച്ചൺ ആക്സസറീസ് മോഡൽസിലാണ് ആദ്യമായി നമ്മൾ ഈ ഒരു സ്ക്രിപ്റ്റ് ചെക്ക് ചെയ്യുന്നത്. ഞാൻ ഈ ഒരു സ്ക്രിപ്റ്റിനെ കോഡ് മെനുവിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു സ്ക്രിപ്റ്റ് ഈസിയായി ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്കിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു സ്ക്രിപ്റ്റിനെ ഓപ്പൺ ചെയ്യാം. നമുക്കിത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഒരു ലൈസൻസ് വിൻഡോ ഓപ്പൺ ആവുന്നതാണ്. നമ്മളിവിടെ കാണിക്കുന്ന നമ്പർ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ലൈസൻസിൻ്റെ വിൻഡോ ക്ലോസ് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ ഒരു സ്ക്രിപ്റ്റ് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇമെയിലിലേക്ക് ഇതിൻ്റെ ലൈസൻസ് ലഭിക്കുന്നതാണ്. ആ ഒരു ലൈസൻസ് നമ്മളിവിടെ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു വിൻഡോ ഓപ്പൺ ആവാതെ തന്നെ നമുക്ക് ഈ ഒരു സ്ക്രിപ്റ്റ് യൂസ് ചെയ്യാവുന്നതാണ്. 3 എന്ന ബട്ടനാണ് ഞാനിവിടെ ഓപ്പൺ ചെയ്തപ്പോൾ ഇതിൽ വന്നിട്ടുള്ളത്. നമുക്ക് 3 എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു വിൻഡോ ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു സ്ക്രിപ്റ്റിലുള്ള എല്ലാ ഓപ്ഷൻസും നമുക്ക് ഫ്രീ ആയി യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ ഒരു സ്ക്രിപ്റ്റ് ഇവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരുപാട് ഓപ്ഷൻസ് ഇതിൽ കാണാവുന്നതാണ്. നമുക്കിതിൽ നിന്ന് ആവശ്യമായ ഓപ്ഷൻസ് സെലക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു സ്റ്റാർട്ട് എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. നമുക്കിതിൽ കൊടുത്തിട്ടുള്ള എല്ലാ ഓപ്ഷൻസും ട്രൈ ചെയ്യണമെങ്കിൽ ചെക്ക് ഓൾ എന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് എല്ലാ ഓപ്ഷൻസും എനേബിൾ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു എല്ലാ ഓപ്ഷൻസും എനേബിൾ ചെയ്തിരിക്കുകയാണ്. ഇനി ഈ ഒരു സ്റ്റാർട്ട് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ചെക്ക് ചെയ്യാം. വളരെ ഫാസ്റ്റായി തന്നെ നമ്മൾ ഈ ഒരു സ്റ്റാർട്ട് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്കിതിലുള്ള പ്രോബ്ലംസ് ഇവിടെ കാണാവുന്നതാണ്. ഗാർബേജ്, മെമ്മറി, മിസ്സിംഗ് ബിറ്റ് മാപ്സ്, പാർട്ടിക്കിൾസ് എന്നിങ്ങനെയുള്ള ഓപ്ഷൻസിൽ നമുക്കിവിടെ പ്രോബ്ലം ഉള്ളതായി ഇവിടെ കാണാവുന്നതാണ്. നമുക്ക് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനായി നമുക്കൊന്നുകൂടെ നമുക്ക് ഈ ഒരു സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഈ ഒരു പ്രോബ്ലംസ് എല്ലാം ഇതിൽ സോൾവ് ആയതായി കാണാവുന്നതാണ്. ഇതുപോലെ നമുക്ക് ഓരോ ഓപ്പൺ ചെയ്യുന്ന ഫയലിലും അതിലുള്ള ഇഷ്യൂസ് നമുക്കിതുപോലെ ചെക്ക് ചെയ്തുകൊണ്ട് ക്ലിയർ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. കൂടാതെ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന 3ds Max മോഡൽസിൽ വൈറസ് ഇൻഫെക്റ്റഡ് ആണെങ്കിൽ ആ വൈറസ് നമ്മുടെ 3ds Maxലേക്ക് ഇൻഫെക്റ്റഡ് ആകാനും നമ്മളുടെ വർക്കുകൾ ഒരുപാട് സ്ലോ ആകുന്നതാണ്. ഇങ്ങനെയുള്ള വൈറസിൽ നിന്ന് പ്രൊട്ടക്ഷൻ ലഭിക്കുന്നതിനായി വൈറസ് ആക്റ്റീവ് പ്രൊട്ടക്ഷൻ എന്ന ഈ ഒരു ടാബ് നമുക്കിവിടെ കാണാവുന്നതാണ്. നമുക്കിതിൽ നിന്ന് റിയൽ ടൈം സീൻ പ്രൊട്ടക്ഷൻ എന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് എനേബിൾ ചെയ്യാവുന്നതാണ്. ഡിഫോൾട്ടായി ഇതിൽ പ്രൊട്ടക്ഷൻ ഡിസേബിൾഡ് ആയിരിക്കും. നമുക്ക് ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പ്രൊട്ടക്ഷൻ ആക്റ്റീവ് ചെയ്യാവുന്നതാണ്. നമ്മളിവിടെ റിയൽ ടൈം സീൻ പ്രൊട്ടക്ഷൻ ആക്റ്റീവ് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മുടെ 3ds Maxലേക്ക് ഏതൊരു മോഡലിനെ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴും അതിൽ വൈറസ് ഇൻഫെക്റ്റഡ് ആണെങ്കിൽ നമുക്ക് ഇതിലൂടെ ആ ഒരു വൈറസിനെ ക്ലീൻ ചെയ്തുകൊണ്ട് നമ്മുടെ 3ds Maxനെ പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. സീനിന്റെ ഇൻസ്റ്റന്റ് സ്കാൻ കറന്റ് സീൻ എന്ന ഈ ഒരു ഓപ്ഷനും ഇതിൽ അവൈലബിൾ ആണ്. ഈ ഒരു ഓപ്ഷനിലൂടെ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുള്ള സീൻ നമുക്ക് മാനുവലായി ചെക്ക് ചെയ്യാനും സാധിക്കുന്നതാണ്. നമ്മളിവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ താഴെ നമുക്ക് സക്സസ് വൈറസ് നോട്ട് ഡിറ്റക്റ്റഡ് എന്ന ഈ ഒരു ഓപ്ഷൻ ഇവിടെ കാണാവുന്നതാണ്. ഇങ്ങനെ നമുക്ക് ഈ ഒരു സീനിൽ വൈറസ് ഇൻഫെക്റ്റഡ് അല്ല എന്ന് ഉറപ്പുവരുത്താവുന്നതാണ്. 3ds Max സീനിലേക്ക് എഫക്ട് ചെയ്യാവുന്ന വൈറസുകൾ നമുക്കിവിടെ ഈ ഒരു ലിസ്റ്റിൽ നിന്ന് കാണാവുന്നതാണ്. അടുത്തായി വൈറസ് സെലക്റ്റീവ് സ്കാൻ എന്ന ഈ ഒരു ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന ഒരു മോഡൽസിൻ്റെ ആ ഫോൾഡറിൽ നിന്ന് തന്നെ നമുക്ക് സ്കാൻ ചെയ്യാവുന്നതാണ്. നമുക്കിവിടെ സെലക്ട് എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത ആ ഒരു മോഡലിൻ്റെ ഫോൾഡർ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ
ആ ഒരു മോഡൽസിൽ വൈറസ് ഉണ്ടെങ്കിൽ നമുക്കിത് ഡിറ്റക്റ്റ് ചെയ്യുകയും നമ്മളുടെ സീനിലേക്ക് മെർജ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് ആ ഒരു ഫയലിലുള്ള വൈറസുകൾ സെലക്ട് ചെയ്തുകൊണ്ട് റിമൂവ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഈ ഒരു സെലക്ട് എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള 3D മോഡലിൻ്റെ ആ ഒരു ഫോൾഡർ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു റൺ സ്കാൻ എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യാം. നമ്മളുടെ 3ds Maxലേക്ക് അത് ഓപ്പൺ ചെയ്യാതെ തന്നെ ആ ഒരു സ്കാനിങ് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമ്മൾ സ്കാൻ ചെയ്ത ആ ഒരു മോഡൽസിൽ വൈറസ് ഇൻഫെക്റ്റഡ് അല്ലാത്തതുകൊണ്ട് നമുക്കിവിടെ നോ ത്രെറ്റ്സ് ഡിറ്റക്റ്റഡ് എന്ന ഈ ഒരു മെസ്സേജ് ഇവിടെ ലഭിച്ചിരിക്കുകയാണ്. ഇതുപോലെ ഈ ഒരു സ്ക്രിപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന വർക്കുകളിൽ 3D മോഡൽസ് മെർജ് ചെയ്ത് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലംസ് ഫിക്സ് ചെയ്യാവുന്നതാണ്. ഈ ഒരു സ്ക്രിപ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതാണ്. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അടുത്തായി നമ്മൾ ഈ ഒരു സ്ക്രിപ്റ്റ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് ചെക്ക് ചെയ്യാം. ഞാൻ ഡൗൺലോഡ് ചെയ്ത ഈ ഒരു സ്ക്രിപ്റ്റാണ് ഇവിടെ കാണുന്നത്. നമുക്ക് ഈ ഒരു സ്ക്രിപ്റ്റിനെ ജസ്റ്റ് ഡ്രാഗ് ചെയ്തുകൊണ്ട് നമ്മളുടെ വ്യൂ പോർട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യാം. നമ്മളിത് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വിൻഡോ ഇവിടെ ഓപ്പൺ ആവുന്നതാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് ഈ ഒരു സ്ക്രിപ്റ്റ് ഫ്രീ ആയി യൂസ് ചെയ്യാവുന്നതാണ്. നമുക്കിവിടെ ഐ ആക്സെപ്റ്റ് എന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാം. നമുക്ക് ഈ ഒരു സ്ക്രിപ്റ്റ് ടൂൾ ബാറിലേക്ക് ആഡ് ആവുന്നതായി നമുക്കിവിടെ കാണാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു സ്ക്രിപ്റ്റിനെ കോഡ് മെനുവിലേക്ക് ആഡ് ചെയ്യണമെങ്കിലും നമുക്കിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കോഡ് മെനുവിൽ നിന്ന് ക്വിക്കായി നമുക്ക് ഈ ഒരു സ്ക്രിപ്റ്റിനെ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാൻ ഈ ഒരു ഓപ്ഷനും ഇവിടെ എനേബിൾ ചെയ്യുകയാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് എന്ന ഈ ഒരു വിൻഡോയിൽ ക്ലിക്ക് ചെയ്യാം. വളരെ ക്വിക്കായി തന്നെ ഈ ഒരു ഇൻസ്റ്റാളേഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമ്മൾ ഈ ഒരു സ്ക്രിപ്റ്റ് ഇൻസ്റ്റാളേഷന് ശേഷം ഈ ഒരു ടൂൾ ബാറിലേക്ക് ഇതുപോലെ ഒരു ബട്ടനായി ആഡ് ആയിരിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു മെനുവിൽ നിന്നോ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ കോഡ് മെനുവിൽ നിന്നോ ഇതിനെ ആക്സസ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഇത്രയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക.